നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയായിരുന്ന ജയ്ദീപ് ധങ്കർ, അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാജി ഭാരതത്തിലൊരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിന് കാരണമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. ആരാണ് അദ്ദേഹത്തിന് പകരം ഉപരാഷ്ട്രപതിയാകുക എന്നുള്ള ചർച്ച മാത്രമല്ല, ഇതൊരു പ്രതിസന്ധി എത്രത്തോളം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും ചർച്ചാ വിഷയമാണ്. ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ KV രാജശേഖരൻ ജി ഉണ്ട്. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഈ ഒരു സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഒരുപക്ഷെ നേരത്തെയുള്ള ഉപരാഷ്ട്രപതിമാരാരെങ്കിലും ടേം പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവർ രാഷ്ട്രപതിയാവാൻ വേണ്ടി പോയ ആൾക്കാരാണ്. ഇത് പൊടുന്നനെയുള്ള ഒരു രാജി, നിന്ന നിപ്പിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവുക, അതൊരു ഒരു സർക്കാരിനൊരു തിരിച്ചടിയാണോ? എനിക്കിത് തുടക്കത്തിൽ പറയേണ്ട കാര്യം, ശ്രദ്ധാപൂർവം പറയാനുള്ളൊരു വാചകം, ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ദൗർഭാഗ്യകരമാണ് ജഗ്ദീപ് ധങ്കർക്ക്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു കരിയർ സാധ്യത നഷ്ടപ്പെടുത്തി. 2, രാജ്യത്തിന് നഷ്ടമാണ്. ഡോക്ടർ രാധാകൃഷ്ണന് ശേഷം ഉപരാഷ്ട്രപതിമാർ ഇരുന്ന കൂട്ടത്തിൽ ഇത്രയും ബൗദ്ധികമായ നിലവാരമുള്ള ഒരാളെ മറ്റാരും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹി അപ്പിയർ ടു ബി ടോട്ടലി കമ്മിറ്റഡ് ടു ദി നേഷൻ. ഐഡിയോളജി ഓൾസോ, രാജ്യത്തിനും ഭരണകൂടവും ഐഡിയോളജിയും വിടുക. ഭാരതത്തോട് പരിപൂർണ പ്രതിബദ്ധത ഉണ്ടായിരുന്നു നമുക്ക് ഇതുവരെ ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. മൂന്നാമത്, ഭരണകൂടത്തിനും രാഷ്ട്രീയ പക്ഷത്തിനും അവർക്ക് ദൗർഭാഗ്യകരമാണ്. കാരണം അവര് ഇപ്പൊ BJP തന്നെ, BJPയുടെ കൂടെയുള്ള ഡോക്ടർ മുരളി മനോഹർ ജോഷിയെ പോലുള്ള അതിപ്രഗത്ഭന്മാരെ പോലും ഒഴിവാക്കിയിട്ട് തെരഞ്ഞെടുത്ത ഒരാള് ഇത്തരത്തിൽ പ്രതികരിച്ചു എന്ന് പറയുന്നത് അവർക്കും ദൗർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും. ഇനി വേറൊന്നും ഒരാൾക്കും ദൗർഭാഗ്യകരമാണ്, രാഹുലിന്. കാരണം പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ വീണ്ടും രാഷ്ട്രീയത്തിൽ തുടരുന്നതിന് ജഗ്ദീപ് ധങ്കർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം കൂടെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാൻ പറ്റുന്ന ആളുമാണ് ഇദ്ദേഹം. അങ്ങനെ ഒരാൾ വളർന്നു വരുന്നത്, ബീഹാറിൽ കനയ്യകുമാർ വളർന്നു വന്നത് തേജസ്വി യാദവിന് അപകടമായി മാറിയതുപോലെ ധങ്കർ വന്നാൽ രാഹുലിന് ദൗർഭാഗ്യകരമാണ്. അങ്ങ് പറഞ്ഞ ഈ പല കാര്യങ്ങളുണ്ടല്ലോ, ഒരു 3-4 ആസ്പെക്റ്റ് പറഞ്ഞു. അതിൽ ഓരോ ആസ്പെക്റ്റായിട്ട് ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ അങ്ങ് അവസാനം പറഞ്ഞു തന്നെ ആദ്യം നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ പ്രതിപക്ഷത്തിനൊരു റാലിയിങ് പോയിൻ്റായിട്ട് ജയ്ദീപ് ധങ്കർ മാറാൻ സാധ്യതയുണ്ടോ? കാരണം ഇദ്ദേഹം പ്രതിപക്ഷത്തിന് എക്കാലത്തും വലിയ ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രതിപക്ഷം പെരുമാറിയതാണ്. ഇദ്ദേഹത്തെ പുറത്താക്കാൻ നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരാൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഡാർലിംഗ് ആയി മാറാൻ സാധ്യതയുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഈ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നത് ദത്താജിയാണെന്ന് തോന്നുന്നു, ദത്താത്രേയ ഹൊസബാലെ, അദ്ദേഹം ഈ സെക്യുലറിസം സോഷ്യലിസം എന്നുള്ള ഭരണഘടനയുടെ മുഖവരയിൽ പറയുന്ന കാര്യങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചൊരു ചർച്ച തുടങ്ങി വെച്ചപ്പോൾ അതിനെപ്പോലും സപ്പോർട്ട് ചെയ്ത ആളാണ് ജയ്ദീപ് ധങ്കർ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആളായിട്ട് മാറുമോ? അങ്ങ് പറഞ്ഞതും ഒരു മാധ്യമ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങ് ഞാൻ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നതിന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എങ്കിലും എൻ്റെ പക്ഷം അറിയാൻ വേണ്ടി ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹത്തിൻ്റെ ആദ്യം ജനതകളിലായിരുന്നു, അതെ, പിന്നീട് കോൺഗ്രസിലായി, പിന്നീട് ഇങ്ങോട്ട് വന്നെങ്കിലും ദേശീയതയുള്ള കമ്മിറ്റ്മെന്റിൽ മറ്റാർക്കും പുറകിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടനയുടെ ആമുഖം അടിയന്തരാവസ്ഥക്കാലത്ത് തിരുത്തിയതിനെ തിരുത്തണം എന്ന നിലപാട് കൃത്യമായിട്ടുണ്ടായിരുന്നത്. മറ്റു ചില കാര്യങ്ങളുമുണ്ട്, അതിലേക്ക് പിന്നീട് വരാം. പക്ഷെ ഇവിടെ വരുന്ന ചോദ്യം, എന്ന് തൊട്ടാണ് ജഗ്ദീപ് ധങ്കർ ഭരണപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷത്തേക്കുള്ള മാറ്റം തുടങ്ങിയെന്നുള്ളതും ശ്രദ്ധിക്കുക. കൃത്യമായി പറഞ്ഞാൽ 2024 ഡിസംബറിൽ ജയറാം രമേശും മല്ലികാർജുൻ ഖർഗെയും എല്ലാവരും കൂടി ചേർന്ന്, പ്രധാനമായും കോൺഗ്രസിൻ്റെ അജണ്ടയായിരുന്നു, ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നതിൽ മൂവ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് വരെ ശരിക്കും പറയാവുന്ന ഒരുപക്ഷെ നമ്മൾ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ഒരു ഉപരാഷ്ട്രപതി
തുറന്നു പറയാൻ പാടില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ പോലും പലപ്പോഴും രാജ്യസഭയിൽ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അതെ, അത് എമ്പത്തറ്റിക്കായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതെ. ആ വ്യക്തി അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പം, അതായത് കോൺഗ്രസിന്റെ പക്ഷത്തുനിന്ന് ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞപ്പം അത് ഒരു വെല്ലുവിളിയായി വന്നു. ആ വെല്ലുവിളിയെ സ്വീകരിക്കുന്നതിന് അദ്ദേഹം പിന്നെ കണ്ട മാർഗം എന്ന് പറയുന്നത് കോൺഗ്രസിനോടും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുമായും ഒരു ക്ലോസ് ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ക്ലോസ് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പലതരം വിട്ടുവീഴ്ചകളും ചെയ്തു. മല്ലികാർജുൻ ഖർഗെയായിട്ടുള്ള അടുത്ത ബന്ധം, ജയറാം രമേശുമായിട്ട് ഒരു ഹോട്ട് ലൈൻ, ഒന്നും വേണ്ട. അവസാനം കേജ്രിവാളിനെ കണ്ടത്. ഇപ്പം കേജ്രിവാളിനെ കണ്ട എന്ത് കയറോപ്പില്ല, രാജ്യസഭയിലെ മെമ്പറല്ല, ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൺവീനറാണെന്ന് മാത്രം. അതിനപ്പുറം ക്രിമിനൽ കേസിലെ പ്രതിയും, അഴിമതിയുടെ ക്രിമിനൽ കേസിലെ പ്രതിയായ കേജ്രിവാളിനെ എന്തിനാണ് ഇദ്ദേഹം കൂടുതൽ ആ കേജ്രിവാളിനെ കാണാനും സമയം ചെലവഴിക്കാനും തയ്യാറായത്? ഇതൊന്നും ആരോഗ്യകാര്യം അന്വേഷിക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആർക്കും അത് അങ്ങനെയൊക്കെ സ്വീകരിക്കാൻ പറ്റില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതപ്പോൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാം. അതിലൊരു സംശയവുമില്ല. ആരോഗ്യപരമായ കാരണം ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിടുക്കത്തിൽ രാജ്യം ആവശ്യമില്ലല്ലോ. എക്സാക്ട്ലി. രാത്രി 8:30 മണിക്ക് നേരത്തെ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ രാഷ്ട്രപതിയുടെ ഭവനിലേക്ക് കയറി ചെല്ലുക, എനിക്കിപ്പോ രാഷ്ട്രപതിയെ കാണണം. അതെ, രാഷ്ട്രപതി അവിടെ നിൽക്കാൻ നോക്കട്ടെ, 1/2 മണിക്കൂർ കാത്തിരുത്തുന്നു. അതെ, 25 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നാ പറയുന്നത്. അതെ, അതെ. എന്നിട്ട് സ്വീകരിച്ചിട്ടോ രാഷ്ട്രപതി റെസ്പോൺസ് ഒന്നുമില്ല. ഇദ്ദേഹം ട്വീറ്റ് ചെയ്ത് ലോകത്തെ മുഴുവൻ അറിയിച്ചു, ഞാൻ രാജിവെക്കുകയാണെന്ന്. തന്നെയല്ല, അതിന് ആദ്യത്തെ വാചകം നോക്കണം. ആ ആർട്ടിക്കിൾ ഞാൻ മറന്നുപോയി. പറഞ്ഞിരിക്കുന്നത് രാജിവെച്ച് ഇത് പ്രായോഗികമായി കഴിഞ്ഞെന്നാണ്, പ്രാവർത്തികമായി കഴിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതെ. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് കൊടുത്തു കഴിയുമ്പോൾ രാഷ്ട്രപതിയോ അല്ലെ പ്രധാനമന്ത്രിയോ മറ്റാരെങ്കിലുമോ ഇദ്ദേഹത്തെ ഒന്ന് പണ്ട് സിനിമയ്ക്കെതിരെ അയ്യോ അച്ഛാ പോകരുതെന്ന് പറയുന്ന പോലെ പിടിച്ചു നിർത്തുന്നതിനെ പ്രതീക്ഷിച്ചു, ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടും ഉണ്ടാവാം. അപ്പൊ അങ്ങ് കരുതുന്ന ഇത്രയും പരിണിത പ്രജ്ഞനായ, ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള, ദേശീയതയുള്ള ഒരു നേതാവ് അത്ര ഇമ്മച്വറായിട്ട് പെരുമാറിയെന്നാണോ? ഈ ഘട്ടത്തിലെ പെരുമാറ്റം ഇമ്മച്വറായിട്ട് തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് എല്ലാവർക്കും ഞാനാണ് ലോകത്തിലെ ഏറ്റവും മിടുക്കെന്ന് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്, ആകാം. പക്ഷേ മറ്റുള്ളവർ മണ്ടന്മാരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ഈ പറയുന്ന പ്രതിപക്ഷവുമായിട്ട് കൃത്യമായ ബന്ധം പുലർത്തുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഈ മറ്റേ ലോക്സഭ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വർമ്മ, ഹൈക്കോടതി ജസ്റ്റിസ് വർമ്മയെ പുറത്താക്കുന്നതിൽ പ്രമേയം വന്നു. അത് ലോകസഭയിൽ ആ പ്രമേയം പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് അവതരിപ്പിച്ചതാണ്. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി, അത് ലോകസഭയുടെ സ്പീക്കറുടെ അധികാരപരിധിയിൽ നിന്ന് തൻ്റെ അധികാരപരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഏറ്റവും അവസാനം അറിഞ്ഞത് ഇദ്ദേഹം ചോദിച്ച് തയ്യാറാക്കിച്ചെന്നാണ്. അതെ, അതെ, അതെ. പ്രതിപക്ഷ മെമ്പർമാരുടെ കോൺഗ്രസ്സുകാരോട് പ്രത്യേകിച്ചും ആവശ്യപ്പെട്ടു ഇങ്ങനൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞെന്നാണ് ഇപ്പൊ അവസാനം വരുന്ന വാർത്തകൾ. അങ്ങനെയുള്ള വാങ്ങിച്ചത് അവിടെ ഒരു നാടകം നടത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ സന്ദർഭങ്ങളിലും പ്രൊസീജിയറിനും നിയമത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത ഒരാള് തിങ്കളാഴ്ച ജൂലൈ 21 രാജ്യസഭ തുടങ്ങിയപ്പോഴേ ആ അക്സെപ്റ്റഡ് പ്രൊസീജിയറിൽ നിന്ന് മാറിപ്പോയത്. അവിടെ മല്ലികാർജുൻ ഖർഗെക്ക്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് നിയമപരമായ എന്തെങ്കിലും വിഷയം പറയാനുണ്ടെ പറഞ്ഞ് 2-3 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ആ ഇടപെടലിനെ ഒരു നീണ്ട പ്രഭാഷണത്തിനുള്ള അവസരമാക്കി കൊടുത്തത് അതൊരു വെല്ലുവിളിയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനമായും. അപ്പൊ അവിടെ എനിക്ക് വേറൊരു, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു, ഇത് BJPക്കും ഭരണകക്ഷിക്കും കൂടി ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പൊ ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ വേറൊന്നുമല്ല ചോദിക്കും, അങ്ങ് ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ വലിയ പാണ്ഡിത്യവും വലിയ ബാക്ക്ഗ്രൗണ്ടും ഉള്ള നിരവധി നേതാക്കന്മാരുണ്ട്. ഇവരെയൊക്കെ തഴഞ്ഞാണ് ഇദ്ദേഹത്തെ
ഒരു പൊസിഷനിൽ എത്തുന്നത്, അല്ലെങ്കിൽ തഴഞ്ഞു എന്ന് വെച്ചാൽ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഗവർണറാണ്, അതിനുശേഷം നേരെ ഉപരാഷ്ട്രപതി, രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ BJPയുമായിട്ടുള്ള ബന്ധത്തിന് പോലും ഏതാനും വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൊസീജിയറിലൊരു ചെറിയ പ്രശ്നമുണ്ടോ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വലിയ പൊസിഷനിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ? അതുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം കേൾക്കട്ടെ. ഇദ്ദേഹം 1989 ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം കിട്ടി ലോകസഭയിലേക്ക് മത്സരിച്ച് വരുന്നത്. അന്ന് ഇദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു 70ാമത്തെ ജന്മദിനമാണെന്നാണ്. ചൗധരി ദേവിലാലിൻ്റെ മുൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ജാട്ടുകളുടെ നേതാവാണ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ആ ജന്മദിനത്തിൻ്റെ അത്രയും എണ്ണത്തിൽ കാറുകൾ, 70ഓ 75ഓ അത്രയും കാറുകളുമായിട്ട് ചെന്ന് ദേവിലാലിനെ ആദരിച്ചു. ദേവിലാലിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ ദേവിലാലിൻ്റെ ജനതാദൾ രാഷ്ട്രീയം ഇദ്ദേഹം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടോ ആദ്യം ചെയ്തത് ദേവിലാലിനെ തന്നെ കാലുവാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധമായി. ചന്ദ്രശേഖരുടെ മിനിസ്റ്ററായിരുന്നു. അതെ അതെ. കോൺഗ്രസിൽ ചേർന്ന് മത്സരിച്ച് തോറ്റു. പിന്നീട് കിട്ടുന്നൊരു പൊസിഷൻ രാജസ്ഥാനിലെ MLA ആയിട്ടാണ്. ആ രംഗത്തും 5 വർഷം വർക്ക് ചെയ്തു. വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചു. അജ്മീർ എന്നാണെന്ന് തോന്നുന്നു, അതും പരാജയപ്പെട്ടു. അതിനുശേഷം 2003 കോൺഗ്രസ് വരുന്നത്. പിന്നീട് ഒരു ഇലക്ഷൻ പോസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. BJP വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി വന്ന ശേഷം 2003 ശേഷം 2016 വരെ പാർട്ടിയുടെ ഈ ക്യാമ്പയിൻ കമ്മിറ്റി അതിന്റെ ഹെഡിലൊക്കെ ആയിട്ടിരുന്നു. പിന്നീട് നേരത്തെ കിട്ടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഗവർണർ പോസ്റ്റാണ്. വെസ്റ്റ് ബംഗാൾ അല്ലേ? ആ വെസ്റ്റ് ബംഗാൾ ഗവർണർ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും ശരിക്കും പറയാവുന്നുണ്ടെങ്കിൽ ഒരു ന്യൂട്രൽ പൊസിഷനിൽ പ്രവർത്തിക്കേണ്ട ഒരു ഗവർണറുടെ രീതിയിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. അതിന് ശരികളുണ്ട്, അദ്ദേഹമായാലും ശരിയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നീട് വൈസ് പ്രസിഡന്റ് പദവി ഇതൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായും കുറച്ചുകൂടി ഒരു ഭാരതീയ ജനതാ പാർട്ടിയിലും സംഘപരിവാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ഇനി അതുമല്ലെങ്കിൽ ഭാരതത്തിന്റെ പൊതുമേഖലയിൽ അർഹതപ്പെട്ട പല ആളുകളുണ്ട്. പണ്ട് ഡോക്ടർ രാധാകൃഷ്ണനെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവരാം. അങ്ങനെ ആരെയും കൊണ്ടുവരാതെ ഇദ്ദേഹത്തെ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമോ സ്വീകാര്യമായ ഒന്നിനകത്ത് കൊണ്ടുവന്നതിനകത്ത് അത് അബദ്ധമെന്ന് ഞാൻ പറയില്ല. അതിനകത്ത് ഒരു ശരികേട് സംഭവിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയാതിരിക്കാൻ തരവില്ല. തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം അടുപ്പമുള്ള ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട ആൾക്കാരും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പദവിയെ അംഗീകരിക്കാനോ, അദ്ദേഹം BSCയുടെ മീറ്റിംഗൊക്കെ അവർ പറയുന്നുണ്ട്. മീറ്റിങ്ങിൽ JP നദ്ദയും കിരൺ റിജിജുവും മനഃപൂർവ്വം പങ്കെടുത്തില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പദവിക്ക് ചേരാത്ത വിധം അദ്ദേഹത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ ചില ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല എൻഗേജ്മെൻറ്റുകളിൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകളിലൊന്നും ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല, ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല, ഇദ്ദേഹത്തെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ വെറും ഒരു അദ്ദേഹത്തിൻ്റെ പൊസിഷനെ ബാധിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കില്ലേ? അവിടെ ഈ പൊസിഷനെ മാനിച്ചു, അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ആ BSCയുടെ കാര്യം ഞാൻ മറന്നുപോയെങ്കിലും ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ പൊസിഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്നെ ഇപ്പം അങ്ങോട്ട് വിളിച്ചു, ഈ ചർച്ചയുടെ അതിഥിയാണ് ഞാൻ തത്വമയുടെ അധികാരിയാകാൻ തുടങ്ങി നടക്കുമോ? ഇല്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം തൻ്റെ പദവിയെക്കുറിച്ച് ഇദ്ദേഹം ലാർജർ ദാൻ ലൈഫ് ഇമേജ് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. ഞാനിതിൻ്റെ കാരണം പറയാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്ന പ്രോട്ടോകോൾ ഓർഡർ. ഇദ്ദേഹം ആഗ്രഹിച്ചത് രാഷ്ട്രപതിക്ക് ശേഷമുള്ള പ്രാധാന്യം എനിക്ക് കിട്ടണം, പ്രധാനമന്ത്രിക്ക് മുകളിലുള്ള പ്രാധാന്യം എനിക്ക് കിട്ടണം. അതിന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യമാണ്, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇവരുടെ ഫോട്ടോയുടെ ഇടയ്ക്ക് എൻ്റെ ഫോട്ടോയും വെക്കണം.
അത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഞാനിത് ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞൊരു പ്രസംഗം ഞാൻ കേട്ടതാണ്. ആണോ? യെസ്, ദാറ്റ് ഐ ഹേർഡ്. ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ എൻ്റെ സമയത്തും ആഗ്രഹമുണ്ട്, നടക്കാതെ പോകുന്നത് കൊണ്ട് ഞാൻ പോയിട്ട് വേറൊരാൾ വരുമ്പോഴത്തേക്ക് ഇതൊരു ഒരു രീതിയാക്കി ഞാൻ മാറ്റും. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് വേണ്ട അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പ്രധാനമന്ത്രിക്ക് സമാനമാക്കണം. മെഴ്സിഡസ് ഒക്കെ വേണം, അതൊക്കെ വേണം. പിന്നെ വേറൊരു കാര്യം, വിദേശ കാര്യങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ പുള്ളിക്ക് വിഷമം തോന്നിയ കാര്യം ഇറാനിൽ പോയപ്പോഴാണ്. ഇറാനിൽ ചെന്നപ്പോഴത്തേക്ക് ചെല്ലുന്ന ആളുകൾക്ക് അവിടുത്തെ എനിക്ക് തോന്നുന്നൊരു രാഷ്ട്രതല പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റ്. അദ്ദേഹം മരിച്ചപ്പോഴാണ് പോയത്. അവിടെ നമ്മുടെ പ്രോട്ടോകോളിനെ ബാധിക്കാത്ത തരത്തില് അവിടെ സ്വീകരണം ഒരുക്കുന്ന അവരല്ലേ, സൗകര്യം ഒരുക്കുന്നത്. അപ്പൊ അതിലെന്തോ ഇദ്ദേഹത്തിനൊരു പോരാളിക തോന്നി. പിന്നെ വേറൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇവിടെ വന്നപ്പം ഇദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ടൊന്ന് ബന്ധപ്പെട്ടിരുന്നു. അത് വൈസ് പ്രസിഡന്റ്, ഞാനും വൈസ് പ്രസിഡന്റ് സംസാരിക്കണം. വൈസ് പ്രസിഡന്റ് 1-to-1 ടോക്കിന് സന്ദർഭം വേണം, ഞാൻ ഡിന്നർ ഓഫർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും പറഞ്ഞു, അവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വേറെയാണ്, ഇവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വേറെയാണ്. അതൊരു പ്രസിഡൻഷ്യൽ, അവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇത് റോൾഡ് ഇൻടു വൺ. നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും കൂടെ ഭരണഘടനാപരമായിട്ട് റോൾഡ് ഇൻടു വൺ ആണ് അവിടുത്തെ പ്രസിഡന്റ്. ഉപരാഷ്ട്രപതി അങ്ങനെയാ. അവരിവിടെ വരുമ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയായിട്ടും അല്ലെങ്കിൽ അതിന് തുല്യമായ ക്യാബിനറ്റിലെ ആളുകളാണ് സംസാരിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പരാതിയായിരുന്നു. JD വാൻസുമായിട്ട് എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് സംഭവിച്ചില്ല. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കാം, ഞാൻ അതൊരു സംശയം മാത്രമാണ്. JD വാൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വേണം, അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വേണം, 1-to-1 ടോക്ക് വേണം എന്നൊക്കെ പറയാൻ വേണ്ടി ഇദ്ദേഹത്തെ ഗൈഡ് ചെയ്ത ഫാക്ടർ എന്താണ്? അതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അത് അന്വേഷിച്ച് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് അമേരിക്കൻ ജോർജ് സൊറോസിന്റെ ഇടപെടലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അമേരിക്കൻ കാര്യങ്ങളിലുള്ള കൂടുതൽ താല്പര്യവും അവിടെ ഒരു വഴി അന്വേഷിക്കാനുള്ള നോട്ടവും ബംഗ്ലാദേശിലെ സാഹചര്യം പോലെ ഭാരതത്തിൽ ഒരു എഫർട്ട് നടക്കുമെന്നൊക്കെ കാണുമ്പം ഈ ഇദ്ദേഹത്തിന് വിദേശ ബന്ധങ്ങളിൽ കാണിച്ച താല്പര്യത്തിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അല്ല, ആ സംശയം വളരെ വാലിഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദിക്കും ഇന്നത്തെ ഒരു ദേശീയ സർക്കാരിനും എതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും അവരെ പെട്ടെന്ന് ബന്ധപ്പെടാനും അവരെ സ്വാധീനം വലയത്തിൽ കൊണ്ടുവരാനും ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ പലവട്ടം നമ്മൾ ഈ പരിപാടിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നത്, ഇത്രയും വലിയ പദവിയിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ ഇത്രയും വലിയ പദവിയിൽ ഇത്രയും മാനസികമായിട്ട് ചുരുങ്ങുമോ? ഇത് ഞാനൊരു ഉദാഹരണം ഭാരതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അത് പ്രേക്ഷകർ കേൾക്കേണ്ട കാര്യമുണ്ട് പറയാ. സജീവ് റെഡ്ഡി ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അവസരത്തെ ആദ്യം തടസ്സപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. കാരണം മത്സരിച്ചപ്പോഴത്തേക്ക് സജീവ് റെഡ്ഡി ആയിരുന്നു കോൺഗ്രസിന്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്. ഇന്ദിരാഗാന്ധി VV ഗിരിയെ നിർത്തിയിട്ട് വിമത സ്ഥാനാർത്ഥി നിർത്തിയിട്ട് റെഡ്ഡിയെ പരാജയപ്പെടുത്തി. അതേ സജീവ് റെഡ്ഡി ജനതാ പാർട്ടിയുടെ കാലത്ത് പ്രസിഡന്റ് ആയ ശേഷം അവിടെ ചില മാറ്റം വന്നു. മൊറാർജി മാറി, ചരൺ സിംഗ് വന്നു. ആ സാഹചര്യത്തിൽ മോഹം ഉദിച്ചു, ഒരു നാഷണൽ ഗവൺമെന്റ് രൂപീകരിക്കണം, ഞാനതിന്റെ പ്രധാനമന്ത്രി ആവണമെന്ന് മോഹം വന്നു സജീവ് റെഡ്ഡി. ആ മോഹത്തിന്റെ പേരിലാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് ജഗജീവൻ റാം എന്ന് പറഞ്ഞ ഒരാളിന് പ്രധാനമന്ത്രിയാകുന്നതിന് അവസരം കിട്ടാതെ പോകാൻ കാരണം. അതാണ് ജഗജീവൻ റാം പറഞ്ഞത്, ഈ കമ്പത് മുൽക്കുമേ കബി ഏക് ചാമർ പ്രധാനമന്ത്രി നൈ ബൻ സക്ത. അതായത് ഈ നശിക്കപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞു, ഇവിടെ ഒരിക്കലും ഒരു ചമാർ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിത വർഗ്ഗക്കാരന് പ്രധാനമന്ത്രി ആവില്ലെന്ന് ജഗജീവനാഥനെ കൊണ്ട് പറയിപ്പിച്ചത് സജീവ് റെഡ്ഡിയുടെ ഇടപെടല. അപ്പൊ രാഷ്ട്രപതിയായിരിക്കുന്ന ആളിന് പോലും പ്രധാനമന്ത്രിയാകാൻ മോഹം ഉണ്ടാവെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ മോഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അധികാരമാണ് മനുഷ്യനെ ദുഷിപ്പിക്കുന്നത്. അത് തന്നെ ഇപ്പം ബംഗ്ലാദേശിൽ കണ്ടില്ലേ, ചീഫ് അഡ്വൈസർ എന്നൊരു ഡെസിഗ്നേഷൻ ആയിരിക്കുന്ന അവിടെ അധികാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും മോഹം. പുള്ളി ഇപ്പൊ തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കാൻ വലിയ വിമുഖത കാണിക്കുന്നു. എന്തെങ്കിലും മോഹം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉദിച്ചു കാണും. അതിനാദ്യം പറഞ്ഞ അതാണ്, ദൗർഭാഗ്യകരമായി പോയി അദ്ദേഹത്തിനും രാജ്യത്തിനും അദ്ദേഹത്തോടൊപ്പം നിന്നവർക്കും
അല്ലാത്തവർക്കും പ്രതിപക്ഷത്തിനും പോലും. അദ്ദേഹത്തിനോട് ഇപ്പം ഞാൻ നേരത്തെ 2 കാരണങ്ങൾ പറഞ്ഞു, ഇങ്ങനെ സർക്കാർ അപമാനിക്കുന്ന കാര്യം ഉൾപ്പെടെ. പക്ഷെ മറ്റൊരു കാര്യം പറയുന്നത് ഈ ജസ്റ്റിസ് വർമ്മയുമായി ക്ഷമിക്കണം, ഈ സർക്കാർ അപമാനിച്ച കാര്യം പുള്ളി പറഞ്ഞു ഈ BSc മീറ്റിംഗ് ആണ് പറയുന്നത്. അതെ അതെ, അത് ഞാൻ ഓർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് സംഭവമാണ്. അത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് കൂടുക എന്ന് പറയുന്നത് തിങ്കളാഴ്ച 12:30 കൂടിയതാണ്. അതെ, അതിനുശേഷം ഈ പറയുന്ന മോഷൻ ഉണ്ടല്ലോ, അതായത് ജസ്റ്റിസ് വർമ്മയെ പുറത്താക്കാനുള്ള മോഷൻ, അത് രാജ്യസഭ മെമ്പർമാരെ പ്രതിപക്ഷ മെമ്പർമാരെ കൂടെ മാത്രം ഒപ്പിട്ടൊരു മോഷൻ കൊണ്ടുവന്ന ശേഷം അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷമാണ് ആ BSc വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജണ്ട അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട്, അതിന് പകരം ഒരു മന്ത്രിയെ വിടുകയും ചെയ്തു. അത് ഇൻസൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്വമാണ്. എനിക്ക് വരാൻ വേറെ ആളെ വിട്ടു കഴിഞ്ഞു, ഏത് മന്ത്രിയും വിടാം, പ്രധാനമന്ത്രിക്ക് പകരം ആഭ്യന്തരമന്ത്രിയെ വിടാം, അല്ലെങ്കിൽ പക്ഷേ എല്ലാ ക്യാബിനറ്റ് മെമ്പർമാർക്കും തുല്യ അധികാരമാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് അതിനെ ഒരു അപമാനമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ പ്രധാനം സംഭവിച്ച അതല്ല. അത് കഴിഞ്ഞ് ഏതാണ്ട് 7:30 ആയപ്പോഴത്തേക്ക് കൃത്യമായ മെസ്സേജ് കിട്ടി, ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോകൂ അല്ലെങ്കിൽ പുറത്താക്കും എന്ന മെസ്സേജ് കിട്ടിയിട്ട കാര്യങ്ങൾ മാറിയത്. അതായത് BJP മെമ്പർമാരെ ആദ്യം അവരെ വിളിച്ചോളെന്നാണ് പറഞ്ഞു, രാജ്യസഭ മെമ്പർമാരെ വിളിച്ചിട്ട് അവരിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കുന്നതിനുള്ള റെസൊല്യൂഷന് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചു എന്നാണ് വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. എന്തിനാണെന്നുള്ള വിവരം ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലായിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ നിങ്ങൾക്ക് പിന്നീട് ബ്രീഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സജ്ജമായി കഴിഞ്ഞപ്പോഴാണ് മെസ്സേജ് കൊടുക്കാൻ അധികാരവും ചുമതലയുള്ള തലത്തിൽ നിന്ന് കൊടുത്തു, നിങ്ങൾ either you resign എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ റെസിഗ്നേഷൻ വേണ്ടി വന്നു, അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിഗണനക്കുറവും വന്നതിന്റെ പേരിലല്ല. ഇനി അപമാനത്തിന്റെ പേരിലാണെന്ന് ആർഗ്യുമെന്റ്സിലേക്ക് സമ്മതിക്കുകയാണെങ്കിൽ പോലും സാഹചര്യം അദ്ദേഹം അല്ല, മല്ലികാർജുൻ ഖർഗെയും ജയറാം രമേശും ജയാ ബച്ചനും പിന്നെ നമ്മുടെ ബംഗാളി ഒരു ലേഡി മെമ്പർ ഉണ്ടല്ലോ, അതുപോലെ കല്യാൺ ബാനർജി, രാഹുല്, ഇവരെല്ലാം കാണിച്ച അപമാനത്തിന്റെ അപ്പുറമായിട്ട് ഇനി ആരാണ് ഇദ്ദേഹത്തിന് അപമാനം കാണിക്കാനുള്ളത്? അവരുടെ കൂടെ പോയിരിക്കുക. അവരുടെ കൂടെ നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ ഈ പദവി എല്ലാം നേടിക്കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിനെയും നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും എന്തോ ഒരു ചെറിയ പരിഗണനയില്ലാത്തതിന്റെ പേരിൽ എന്ന് പറയുന്നത് വളരെ തെറ്റായ നടപടിയാണ്. പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇദ്ദേഹം രാജിവെച്ചില്ലായിരുന്നെങ്കിൽ, ആ രാത്രി രാജിവെച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുമായിരുന്നു. ഒരു സംശയക്കാര്യതയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടെ നമ്മൾ സംസാരിക്കാതെ പോയത് ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വിഷയത്തിലും സർക്കാരുമായി ഇദ്ദേഹത്തിന് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് പറയുന്നു. ശരിക്കും ജസ്റ്റിസ് വർമ്മയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായിട്ടാണോ അദ്ദേഹം പറയുന്നത്? അങ്ങനെയല്ല, അവിടെ ഒരു ഭയങ്കര, ഞാൻ കേട്ടതാണ്, നമ്മുടെ എവിഡൻസും ഡോക്യുമെന്റ്സും ഒന്നുമില്ല, പക്ഷേ എങ്കിൽ ഞാൻ പൊതുവെ കേട്ട ചർച്ചയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് ആ കത്തിച്ച പണവും മറ്റും കണ്ടു കഴിഞ്ഞപ്പം ഇംപീച്ച് ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിൽ FIR ഇട്ട് കേസന്വേഷണം ആരംഭിക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തയാളാണ് ജയദീപ് ധങ്കർ. അതെ, മുൻ ഉപരാഷ്ട്രപതി. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള അജണ്ടയാണ് ഉണ്ടായിരുന്നതാണ് ഇപ്പൊ പലരും പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതിന് കാരണം അദ്ദേഹത്തിന്റെ സണ്ണിൻലോയ്ക്ക് ഈ ജസ്റ്റിസ് വർമ്മയായിട്ട് വളരെ ക്ലോസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ചീഫ് ജസ്റ്റിസിന്റെ സണ്ണിൻലോയുടെ കേസ് കേരളത്തിലുണ്ടല്ലോ, ആ രൂപത്തിൽ സണ്ണിൻലോ ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷെ അതേ സമയത്ത് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റിനും BJPയും അവര് മുന്നിട്ടിറങ്ങി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കൂടെ ചേർത്ത് പുറത്താക്കാനുള്ള മോഷൻ ലോക്സഭയിൽ കൊണ്ടുവന്നു. അത് എല്ലാവരും കൂടി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിന് തടസ്സം നിൽക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അപ്പൊ അതൊരു കാരണം അല്ല, അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അതിനെ വിചാരിച്ചത് ആ ജസ്റ്റിസ് യാദവിന്റെ കേസുണ്ടല്ലോ, ജസ്റ്റിസ് യാദവിനെ ഇംപീച്ച് ചെയ്യുന്ന കാരണം കാണിച്ചുകൊണ്ട് അത് ആ മോഷനെ കുറിച്ചും രാജ്യസഭയിൽ അദ്ദേഹം റെഫർ ചെയ്തു. അതേ കാണിച്ചുകൊണ്ട് BJPയെ നിശബ്ദരാക്കുക, ഈ മോഷൻ നടക്കാതിരിക്കുക.
പിന്നെ സ്വന്തമായിട്ട് ഇദ്ദേഹമാണ് ഈ രാജ്യസഭയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ 3 പേരെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ ഒരു ജസ്റ്റിസോ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഒരു ജൂറിസ്റ്റ് 3 പേരെയും സെലക്ട് ചെയ്യുന്നതിന് ചുമതല ഇദ്ദേഹത്തിനാണ്. അതുപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക, കപിൽ സിബൽ പറയുന്ന ഒരാളെയാണ് ജൂറിസ്റ്റായിട്ട് കൊണ്ടുവരുന്ന വിചാരിക്കുക, എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി വേറൊന്ന്, ജസ്റ്റിസ് യാദവിന്റെ കേസും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം, യാദവിനെ ഇംപീച്ച് ചെയ്യണം. ജസ്റ്റിസ് യാദവിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും അതൊരു ഭാരതീയനും അംഗീകരിക്കാൻ വയ്യാത്ത കാര്യമാണ്. സത്യം സത്യം. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം, കൃഷ്ണയ്യര് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് ആദരണീയനായ മനുഷ്യനും അത്യാവശ്യത്തിന് രാഷ്ട്രീയം പുറത്തു പറഞ്ഞിട്ടുണ്ട്. കുര്യൻ ജോസഫ്, കേരളൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, നന്നായിട്ട് കൃത്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ ആളാ. അങ്ങനെ എത്രയോ പേരുകൾ. നമ്മുടെ ഇദ്ദേഹം റോഹിൻഡൻ ഹരിമാൻ, അദ്ദേഹം ശബരിമല കേസ് വിധി വന്ന ശേഷം അതുമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു കേസ് കൈകാര്യം ചെയ്യുമ്പം അവിടെ ഇരുന്ന് ജസ്റ്റിസ് നരിമാൻ ഇതിനെ മോണിറ്റർ ചെയ്യുകയാണ്. അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും ഒക്കെ കിടക്കുന്ന രാജ്യത്താണ് പറയുന്നത് ഭൂരിപക്ഷത്തിന് ഡെമോക്രസിയിൽ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടണമെന്ന് ജസ്റ്റിസ് യാദവ് പറഞ്ഞതിനോട് ആർക്കാണ് ഇത്ര വലിയ എതിർക്കാൻ കാര്യമുള്ളത്? അല്ലെങ്കിൽ തന്നെ അതും ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം കിട്ടിയതും കൂടെ നോക്കുമ്പോൾ രണ്ടും കമ്പയറബിൾ ആണ്, അല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങ് ചോദിച്ച ഉത്തരം പറഞ്ഞാല് ഇത് ജസ്റ്റിസ് യാദവിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ജസ്റ്റിസ് വർമ്മയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനത്തിന് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറി മുൻ ഉപരാഷ്ട്രപതി പരിശ്രമിച്ചെന്നാണ് പറയേണ്ടി വരുന്നത്. ഒരു ചോദ്യം കൂടി, ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു രാജിവെക്കുകയും ഒരു ഷോക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെടും എന്നായിരിക്കുമോ? പ്രതിസന്ധി അദ്ദേഹം പ്രതീക്ഷിച്ചു കാണും സംഭവിച്ചാൽ. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു കണക്കൂട്ടൽ തീർച്ചയായും ഉണ്ടാവും. ബുദ്ധിമാനാണ് മനുഷ്യൻ, ഒരു സംശയവുമില്ല. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തി അറിവിനെ. അദ്ദേഹം ചിന്തിക്കാനിടയുണ്ട്, എങ്ങനെയാണ് യശ്വന്ത് സിൻഹയെ, എങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയെ, ഈ പറയുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഡീൽ ചെയ്ത് അദ്ദേഹത്തിന് അറിയാം. ആരോടും വൈദ്യുതിയാതിനെ ബുദ്ധി വെച്ചിട്ട് അവരെ ഒന്നും അടിച്ചില്ലാതാക്കുന്ന ഒരു പരിശ്രമം മോദി നടത്തിയിട്ടേ ഇല്ല. ഒഴിവാക്കും. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ പക്ഷത്ത് നിന്ന് തനിക്കും കുറച്ചൊക്കെ കൂടുതൽ കൂടെ പൊളിറ്റിക്കൽ ട്രിക്സ് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസരം കിട്ടാൻ വഴിയുണ്ടെന്ന് ഇദ്ദേഹം പ്രതീക്ഷിച്ചു കാണും. പക്ഷെ there he went wrong. അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച രാജ്യത്തിനുള്ളിലുള്ളതിനപ്പുറമായിട്ട് രാജ്യത്തിന് പുറത്തുള്ള ശക്തികളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതത്തിൽ ഒരു ഭരണമാറ്റത്തിന് പരിശ്രമിക്കുകയാണോ എന്ന സംശയം തോന്നിയ സാഹചര്യത്തിലാവാം മറ്റാരുടെയും കാര്യത്തിൽ, ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാര്യത്തിൽ പോലും കാണിക്കാത്തൊരു നടപടിയിലേക്ക് ഇദ്ദേഹം പോയത്. അത് പിന്നൊരു കാര്യം, പ്രതിസന്ധി ഇദ്ദേഹം പ്രതീക്ഷിച്ചെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. നമ്മളിവിടെയെങ്കിലും ചർച്ച ചെയ്യെങ്കിലും ഇന്ന് ആർക്കും ഇത് വിഷയമല്ല. ആകപ്പാടെ ചോദിക്കുന്നത് പകരം ആരാന്നുള്ളതല്ലേ. അപ്പൊ നമ്മുടെ ഈ ചർച്ചയുടെ അവസാനം എത്തുമ്പോൾ അതിന്റെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഇനി ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി? ജയദീപ് ധങ്കർ രംഗം ഒഴിഞ്ഞു, ആരായിരിക്കും വരുന്നത്? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക? അഭിപ്രായം ഞാൻ പറയുന്നില്ല, അസസ്മെന്റ് നടത്തുന്നില്ല. എൻ്റെ ആഗ്രഹം പറയാം. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കണം ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി. എന്തുകൊണ്ടാണ് അത് അദ്ദേഹത്തിന്റെ മതപരമായെന്നുള്ള ഒരു പരിഗണനയും വെച്ചല്ല, കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന കാലത്തെ കാര്യം ഓർത്തിട്ടുമല്ല. കൃത്യമായും ഭാരതം അർഹിക്കുന്ന രാഷ്ട്രപതി മെറ്റീരിയൽ അദ്ദേഹത്തിനുണ്ട്. എന്താ പ്രതിപക്ഷത്തെ ചുരുട്ടിക്കൂട്ടുക എന്നുള്ളത് അല്ലല്ല, ഈസ് എ ഫിലോസഫർ കിങ്. ഡോക്ടർ രാധാകൃഷ്ണന് ശേഷം ഒരു ഫിലോസഫറായ ഭാരതീയതയോട് പ്രതിബദ്ധതയുള്ള ഒരാള് രാഷ്ട്രപതിയായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ്. പക്ഷെ അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടല്ലേ അറിയപ്പെടുന്നത്? ആക്ടിവിസ്റ്റ് ഗവർണർ ആയിരുന്നു, ആക്ടിവിസ്റ്റ് എന്നുള്ള. അതുകൊണ്ട് ആക്ടിവിസ്റ്റ് പൊളിറ്റിക്സ്, ഈ വാസ് ആൻ ആക്ടിവിസ്റ്റ്, സമ്മതിക്കുന്നു.
അതേ സമയത്ത് തന്നെ അദ്ദേഹം ആ ഒരു ലെവലിലുണ്ട്, ആ ഒരു ബൗദ്ധിക നിലവാരമുള്ള ആളാണ്. ലോകത്തിന് ഭാരതത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നിലവാരമുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും സ്വീകാര്യമാകേണ്ട കാര്യവുമാണ്. APJ അബ്ദുൽ കലാമൊക്കെ രാഷ്ട്രപതിയായിട്ടിരുന്ന പോലെ ഇദ്ദേഹം ഭാരതത്തിന് അഭിമാനമായിട്ട് മാറും. അതിനിപ്പം വേക്കൻസിയുള്ള ഉപരാഷ്ട്രപതിക്കാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കുക, 2 കൊല്ലം കാത്തിരിക്കുക, ആ സമയത്ത് അദ്ദേഹത്തെ രാഷ്ട്രപതിയായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ ഇനി പ്രശ്നം മാറും. ഏതാ ഉപരാഷ്ട്രപതിയുടെ കാലാവധി നീണ്ടുപോകുന്ന കാലവും മാറും, 2 തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടക്കും. ഇതാണ് എന്റെ ഒന്നാമത്തെ ആഗ്രഹമാണെങ്കിലും വെൽ പ്ലാൻഡ് ആണ്. ഇനി രണ്ടാമത്തേത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആകാമല്ലോ. തീർച്ചയായിട്ടും. അതെന്താന്ന് ചോദിച്ചാല്, രാജ്യസഭയിലേക്ക് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കറെ ഓം ബിർളയെ അദ്ദേഹത്തെ ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അതുകൊണ്ട് തന്നെ രാജ്യസഭാ ചെയർമാനായിട്ടും പ്രൊമോട്ട് ചെയ്യുക, അവസരം കൊടുക്കുക, അർഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ലോകസഭയിലെ എക്സ്പീരിയൻസ് മൊത്തം രാജ്യസഭയിൽ പ്രയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ആ ഒരു ഗരിമയുണ്ട്, അദ്ദേഹം ഇരിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ലോകസഭാ സ്പീക്കറോ, അവിടെ ഒരല്പം കേരളീയൻ എന്നുള്ളൊരു സ്വാർത്ഥത, ഡോക്ടർ ശശി തരൂർ ആയിരിക്കണം. ഞാൻ അങ്ങേന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പേരാ അത് കേട്ടോ. അത് പറയുന്നതിന് 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, ഡോക്ടർ ശശി തരൂര് അങ്ങേക്കറിയാം, ശശി തരൂർ അവസരവാദിയായ രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ് ഞാൻ. അതാണ്. എങ്കിൽ തന്നെ പൊളിറ്റിക്കലി സ്പീക്കിംഗ് ശശി തരൂരിനെ ലോക്സഭാ സ്പീക്കർ ആക്കുകയാണെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണമാണ്, സഭയ്ക്കും ഗുണമാണ്, പുറത്ത് ലോകത്തിന് കേൾക്കുമ്പോൾ ഭാരതത്തിന് സ്പീക്കർ ഡോക്ടർ തരൂർ എന്ന് പറയുന്നതിന് മോശമൊന്നുമില്ല, അഭിമാനം തന്നെയാണ്. പാർട്ടിയുടെ ഗുണം എന്താ പറഞ്ഞാല്, സ്പീക്കറായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരുടെ വിപ്പിന്റെ പരിധിക്ക് പുറത്താവും. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരില്ല. പാർട്ടി മാറുകയാണെങ്കിൽ തന്നെ വിപ്പിന്റെ പരിധിക്ക് പുറത്താവും. എന്തായാലും ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന പോലെ ജയദീപ് ധങ്കറുടെ ഒരു അനുഭവത്തിന് ശേഷം ശശി തരൂരിനെ വെച്ചൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് BJP തയ്യാറാകുമെന്ന് സംശയമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദില്ലിയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു തീരുമാനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ ചർച്ചയോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.